മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ അന്വേഷണം സെക്രട്ടേറിയറ്റിലേക്കും. കേന്ദ്ര ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഖനനാനുമതി നിഷേധിക്കപ്പെട്ട CMRL-ന് അനുകൂലമായി തീരുമാനങ്ങൾ മാറ്റിയതിലാണ് അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. അതേസമയം പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി ED പിടിച്ചെടുത്ത എക്സാലോജിക്ക് CMRL ഇടപാട് രേഖകളും SFIO പരിശോധിക്കും. കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേർന്നുണ്ട്. ജിജീഷ, എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട എക്സലോജിക് ഒപ്പം തന്നെ CMRL സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച SFIയുടെ അന്വേഷണം തുടരുന്ന ഘട്ടത്തിൽ അത് സെക്രട്ടേറിയറ്റിലേക്ക് കൂടി നീളുന്നു എന്ന നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണ് അന്വേഷണം നീങ്ങുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ എക്സലോജിക്കിന്റെ കയ്യിൽ നിന്ന് കണ്ടെത്തിയ രേഖകളുടെ പരിശോധനകൾ ആരംഭിച്ചിരുന്നു. ഒപ്പം തന്നെ മറ്റ് മുമ്പ് പിടിച്ചെടുത്ത രേഖകളുടെ അടക്കം പരിശോധനകൾ SFIO ഇപ്പോൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിലാണ് ചില ഇടപെടലുകൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നേരത്തെ CMRL-ന് അനുകൂലമായി നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും SFIയുടെ അന്വേഷണം സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് നടക്കുകയും ചെയ്യുന്നത്. 2019 ഈ സ്വകാര്യ കമ്പനികൾക്ക് കരിമണൽ ഖനനത്തിനുള്ള അനുമതി നിഷേധിച്ചുകൊണ്ടത് സർക്കാർ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് നൽകണമെന്ന ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു. അത്തരത്തിൽ 2019 ഒരു നിർദ്ദേശം നൽകിയത്. അതിനുശേഷം CMRL-നുള്ള അനുമതി റദ്ദാക്കപ്പെട്ടു. എന്നാൽ CMRL മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഒരു കത്ത് നൽകുന്നു. തുടർന്ന് മുഖ്യമന്ത്രി അതിവേഗത്തിൽ തന്നെ ചില നടപടികൾ, അതായത് അസാധാരണമായ തിടുക്കം കാണിച്ചുകൊണ്ടുള്ള CMRL-ന് അനുകൂലമായ ചില നടപടികളിലേക്ക് കടക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ SFIO കടന്നിരിക്കുന്നത്. ഇതിന്റെ ദുരൂഹതകൾ, പ്രത്യേകിച്ച് 2016 മുതൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് പല ഘട്ടങ്ങളിലായി CMRL പണം കൈമാറിയിട്ടുണ്ട്. 1,72,00,000 രൂപയാണ് ഇത്തരത്തിൽ യാതൊരു സേവനവും നൽകാതെ നൽകിയത്. അത് SFIയുടെ ഉദ്യോഗസ്ഥരോടും CMRL-ലെ ജീവനക്കാർ സമ്മതിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള IT സേവനങ്ങൾ തങ്ങൾക്ക് എക്സാലോജിക്, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ സ്ഥാപനമായ എക്സാലോജിക് നൽകിയിട്ടില്ല. യാതൊരു സേവനങ്ങളും ഈ വർഷങ്ങളിൽ അത്രയും നൽകാതെയാണ് തുടർച്ചയായി നിശ്ചിത തുക വീണ വിജയന്റെ അക്കൗണ്ടിലേക്കും കമ്പനിയുടെ അക്കൗണ്ടിലേക്കും വന്നിരുന്നത് എന്ന കൃത്യമായ വിവരമാണ് ജീവനക്കാർ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് കേന്ദ്രീകരിച്ചുകൂടി SFIയുടെ അന്വേഷണം പുരോഗമിക്കുന്നത്. എങ്ങനെയാണ് ഒരു പ്രാവശ്യം റദ്ദാക്കിയിട്ടുള്ള അനുമതി വീണ്ടും ലഭിക്കുന്നതിനടക്കമുള്ള നീക്കങ്ങൾ, CMRL-ന് അനുകൂലമായ നീക്കങ്ങൾ ഉണ്ടായത്. മാത്രമല്ല, കരിമണൽ ഖനനം, മണൽ നീക്കം ചെയ്യാനുള്ള ഒരു കരിമണൽ നീക്കം ചെയ്യാനുള്ള അനുമതിയുടെ മറിയിൽ വലിയ തോതിലുള്ള ഖനനം എങ്ങനെ നേടിയെടുത്തു, ഖനനാനുമതി എങ്ങനെ നേടിയെടുത്തു, കാലങ്ങളായി അത് എങ്ങനെ തുടർന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. മാത്രമല്ല, KSIDC-യുമായി ബന്ധപ്പെട്ട് കൂടി അന്വേഷണം ശക്തമായി തന്നെ SFIO അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇവിടെ KSIDC-യുടെ പങ്കാളിത്തം, KSIDC-യുടെ ഓഹരി പങ്കാളിത്തം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, മറ്റ് ഇടപാടുകൾ, പ്രത്യേകിച്ച് KSIDC-യിലെ ഡയറക്ടർമാർ പലരും പിന്നീട് CMRL-ന്റെ തലപ്പത്തേക്കും CMRL-ന്റെ ഡയറക്ടർ ബോർഡിലേക്കും എല്ലാം പിന്നീട് എത്തുന്ന സാഹചര്യം ഉണ്ടായി. ഇതിലെല്ലാം ദുരൂഹത നീക്കിക്കൊണ്ട് തന്നെയുള്ള ഒരു അന്വേഷണമാണ് SFIO നടത്തുന്നത്. പ്രത്യേകിച്ച് ഈ അന്വേഷണ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ അനുമതിയും SFIOയ്ക്ക് കോടതി നൽകിയിരുന്നു, കർണാടക ഹൈക്കോടതി നൽകിയിരുന്നു. അതിന് തടയിടാനുള്ള എല്ലാ നീക്കങ്ങളും, വീണ വിജയന്റെ നീക്കങ്ങൾക്ക് വലിയ തോതിൽ തിരിച്ചടി നേരിട്ടു. അന്വേഷണവുമായി SFIOയ്ക്ക് മുന്നോട്ട് പോകാം, അതുമായി സഹകരിക്കുകയാണ് വേണ്ടത്, അവർ ആവശ്യപ്പെടുന്ന രേഖകൾ നൽകുകയാണ് വേണ്ടത് എന്ന കാര്യമായിരുന്നു വീണ വിജയനോടും കോടതി നിർദ്ദേശിച്ചിരുന്നത്. അതേ ഘട്ടത്തിൽ തന്നെ KSIDC നടത്തിയ, കേരള ഹൈക്കോടതിയിൽ നടത്തിയ നീക്കങ്ങൾക്കും തിരിച്ചടി നേരിട്ടിരുന്നു. അന്വേഷണവുമായി സഹകരിക്കാനുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് അവിടെയും KSIDC-ക്ക് ലഭിച്ചത്. അങ്ങനെ 3 പ്രധാനപ്പെട്ട കമ്പനികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പൊതുമേഖലയിലെ KSIDC-യും ഒപ്പം തന്നെ എക്സലോജിക്കിനെയും സ്വകാര്യ മേഖലയിലെ CMRL-നെയും എല്ലാം കേന്ദ്രീകരിച്ച് ശക്തമായ അന്വേഷണമാണ് SFIയുടെ മുന്നോട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ രേഖകളുടെ പരിശോധന പൂർത്തിയാക്കി. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസുമായി ബന്ധിപ്പിച്ച് നിരവധി രേഖകൾ നേരത്തെ തന്നെ കണ്ടെടുത്തിരുന്നു. ആദ്യഘട്ടത്തിൽ ED നിർണായകമായ നിരവധി വിവരങ്ങൾ എക്സലോജിക്കിന്റെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദത്തിൽ ശേഖരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൂടി ശക്തമായ അന്വേഷണത്തിലേക്ക് കടക്കുന്ന SFIO ED-യിൽ നിന്ന് ഈ രേഖകൾ ശേഖരിക്കുന്നുണ്ട്. അതുകൂടി പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ. മാത്രമല്ല, ചില ചോദ്യം ചെയ്യലുകളും ഉണ്ടാകും. ഈ കമ്പനികളുമായി ബന്ധപ്പെട്ട നിരവധി ആളുകളെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും SFIയുടെ അന്വേഷണം തുടരുക. വ്യക്തമാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ അന്വേഷണം സെക്രട്ടേറിയറ്റിലേക്ക് കൂടി വ്യാപിക്കുകയാണ്. ജിജീഷാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.